ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ we can discuss on sonnet number 121 by William Shakespeare. I have already uploaded videos on William Shakespeare and sonnets, so please do watch those videos before watching this one. So as we all know, William Shakespeare wrote 154 sonnets, and of these 154 sonnets, the first 126 are addressed to a handsome youth known as W.H., whose identity is a mystery. And then the next 26 is addressed to a dark lady, and the last two are conventional poems. Okay, ആദ്യത്തെ 154 സോണറ്റ്സിൽ ആദ്യത്തെ 126 is addressed to a handsome youth. അടുത്ത 26 sonnets were addressed to a dark lady, and the last two were conventional poems. സോ ഈ ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് എല്ലാം 1609 തോമസ് തോർപ്പ് എന്ന് പറയുന്ന വ്യക്തി പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇൻ ക്വാർട്ടർ ഫോം. ഇൻ 1609 ഷേക്സ്പിയർ സോണറ്റ്സ് were published in quarter form in the year 1609 by Thomas Thorpe. So this particular sonnet, sonnet number 121, belongs to the fair youth sequence. Okay, ആദ്യത്തെ 126 വരേക്കും it was addressed to a handsome youth നാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. സോ ദിസ് വൺ, sonnet number 121, fair youth സീക്വൻസിൽ പെടുന്നൊരു സോണറ്റ് ആണ്. സോ മൂവിങ് ഓൺ ടു ദ സോണറ്റ്, ലൈൻ ബൈ ലൈൻ അനാലിസിസ് ഓഫ് sonnet number 121. ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സിന് പ്രത്യേകിച്ച് ടൈറ്റിലൊന്നും ഉണ്ടാവാറില്ല. കൂടുതലും അതിൻ്റെ ഫസ്റ്റ് ലൈനിലായിരിക്കും മിക്കവാറും അത് അറിയപ്പെടുന്നത്. സോ ദിസ് വൺ, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ ദൻ വൈൽ എസ്റ്റീംഡ്. ഇങ്ങനെയാണ് ഈ ഒരു സോണറ്റ് നമ്പർ 121 ബിഗിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ ദൻ വൈൽ എസ്റ്റീംഡ് വെൻ നോട്ട് ടു ബി റിസീവ്സ് റിപ്രോച്ച് ഓഫ് ബീയിങ് ആൻഡ് ദ ജസ്റ്റ് പ്ലെഷർ ലോസ്റ്റ് വിച്ച് ഇസ് സോ ഡീംഡ് നോട്ട് ബൈ അവർ ഫീലിംഗ് ബട്ട് ബൈ അതേഴ്സ് സീയിങ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ. വൈൽ എന്ന് വെച്ചാൽ മോറലി ബാഡ്, ഈവിൾ, വിക്കഡ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ ദൻ വൈൽ എസ്റ്റീംഡ്. സോ ഹിയർ ഷേക്സ്പിയർ ഇസ് സെയിങ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ ദാൻ ടു ഹാവ് പീപ്പിൾ തിങ്ക് യു ആർ വൈൽ. മറ്റുള്ളവർ നിങ്ങളെ മോശമായിട്ട് കാണുന്നതിനേക്കാളും നിങ്ങൾ യഥാർത്ഥത്തിൽ മോശമായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ആൻഡ് വെൻ നോട്ട് ടു ബി റിസീവ്സ് എ റീപ്രോച്ച് ഓഫ് ബീങ്, റീപ്രോച്ച് അക്യൂസ് ഓഫ് ബീങ്. Okay, especially when they accuse you of being vile and you are really not. നിങ്ങൾ യഥാർത്ഥത്തിൽ മോശപ്പെട്ടൊരു വ്യക്തിയല്ല, പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ മോശപ്പെട്ടതായിട്ട് കാണുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ. മോശപ്പെട്ടതായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആൻഡ് ദ ജസ്റ്റ് പ്ലെഷർ ലോസ്റ്റ് വിച്ച് ഇസ് സോ ഡീംഡ് നോട്ട് ബൈ അവർ ഫീലിംഗ് ബട്ട് ബൈ അതേഴ്സ് സീയിങ്. So here he is saying you don't even get to enjoy doing the thing that people say is vile. മറ്റുള്ളവർ നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തിയെ കുറ്റപ്പെടുത്തി, ഏതെങ്കിലും പ്രവൃത്തി ബാഡാണ് എന്ന് പറയുന്നു, പക്ഷേ ആ ഒരു പ്രവൃത്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രവൃത്തിയാണ്. ഓക്കെ, വാട്ട് യു ആർ ഡൂയിങ് ഇസ് ഗുഡ് ഫോർ യു, ബട്ട് സം അതർ പീപ്പിൾ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ബാഡ് ഡീഡ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ അതുവരെ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് അത് അത്ര തന്നെ എൻജോയ്മെൻറ്റോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, യു സ്റ്റോപ്പ് എൻജോയിങ് ഡൂയിങ് ദാറ്റ് തിങ് ദറ്റ് പീപ്പിൾ സേസ് വൈൽ. മറ്റുള്ളവർ മോശമാണ് എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി അതുവരേക്കും നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്താണ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അതുവരെ തോന്നിയിരുന്ന ആ ഒരു ഗുഡ് ഡീഡ് പിന്നീട് അത്രയും എൻജോയ്മെൻറ്റോടുകൂടി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ഹിയർ പോയറ്റ് ഇസ് ഡിസ്ക്രൈബിങ് അബൌട്ട് സച്ച് ഫേക്ക് പീപ്പിൾ ഹു ക്രിട്ടിസൈസ് യു ഫോർ യുവർ ഗുഡ് ഡീഡ്സ്. Okay, those people are actually hypocrites. Okay, there were people who had committed great mistakes than the poet, but they are criticizing the poet for his actions. Okay, പോയറ്റിനേക്കാളും ഒരുപാട് വലിയ വലിയ മിസ്റ്റേക്സ് ചെയ്ത മറ്റ് ആൾക്കാരുണ്ട്, പക്ഷേ അത്തരം ആൾക്കാർ പോലും പോയറ്റിൻ്റെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഓക്കെ, he is in a confusion. Why are these people doing like this? Okay, why these people who have committed great mistakes than the poet is trying to criticize him? Okay, സോ അത്തരത്തിലുള്ള ഹിപ്പോക്രസിക്ക് എതിരായിട്ടാണ് ഈ സോണറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് ക്വാട്രെയിനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ മോശമായിട്ട് കൺസിഡർ ചെയ്യുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ മോശപ്പെട്ടൊരു വ്യക്തി അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന ആളായിരിക്കില്ല. പക്ഷേ
It is better to be vile than vile esteemed. It is better to be vile than to have people think you are vile. മറ്റുള്ളവർ മോശമാണ് എന്ന് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ യഥാർത്ഥത്തിൽ മോശമായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആൻഡ് മറ്റുള്ളവർ നിങ്ങളെ അക്യൂസ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെയല്ല, പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ അക്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതുവരേക്കും ആസ്വദിച്ച് ചെയ്ത ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് അതേ ഒരു ആസ്വാദനത്തോടു കൂടി പിന്നീട് വീണ്ടും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായി സാധിക്കാതെ വരുന്നു. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഫസ്റ്റ് quatrain. Then moving on to the second quatrain. Next quatrain. For why should others' false adulterate eyes give salutation to my sportive blood, or on my frailties why are frailer spies, which in their wills count bad what I think good? For why should others' false adulterate eyes, ഇവിടെ adulterate means corrupt. Okay, why should others false adulterate eyes? So why should others who are corrupt themselves pollute my happiness? Okay, give salutation to my sportive blood. ഓക്കെ, മറ്റുള്ളവർ കറപ്റ്റ് ആണ് ആക്ച്വലി. അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് എൻ്റെ സന്തോഷത്തിനെ കുറ്റപ്പെടുത്തുന്നത്? ഓർ ഓൺ മൈ ഫ്രെയിലിറ്റീസ് വീക്ക്നെസ്സസ് വൈ ആർ ഫ്രെയിലർ സ്പൈസ് which in their wills count bad what I think good. Okay, why should people who are even weaker than me, എന്നേക്കാളും വീക്കായിട്ടുള്ള ആൾക്കാർ, എന്നേക്കാളും ഫ്രെയിലിറ്റീസ് ഉള്ള ആൾക്കാർ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെ അവരെന്തിനാണ് ബാഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ, സോ ഹിയർ ഹീ ഈസ് ആസ്കിങ് those people, those corrupt people. Okay, why are you people, you are actually corrupt by yourself, then why are you blaming me over my happinesses? Okay, എൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത്? ആക്ച്വലി നിങ്ങൾ തന്നെ എങ്ങനെയാണ് കറപ്റ്റാണ്. അത്തരത്തിൽ കറപ്റ്റായിട്ടുള്ള ആൾക്കാർ, മോറലി ബാഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹീ ഈസ് അക്സെപ്റ്റിംഗ് ദാറ്റ് there may be certain frailties in his character, there may be some weaknesses in his character, but why are those people who are weaker than me blaming me? Okay, എന്നേക്കാളും എനിക്ക് ചിലപ്പോൾ വീക്ക്നെസ്സസ് ഉണ്ടാവാം. ഓക്കെ, ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ്? തെറ്റുകൾ വരുത്താം, തെറ്റുകൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഞാനും. ഓക്കെ, സോ എനിക്ക് അത്തരത്തിലുള്ള വീക്ക്നെസ്സസ് ഉണ്ടാവാം. ഹീ ഈസ് അക്സെപ്റ്റിംഗ് ദാറ്റ്. ഓർ ഓൺ മൈ ഫ്രെയിലിറ്റീസ് വൈ ആർ ഫ്രെയിലർ സ്പൈസ്, എനിക്ക് വീക്ക്നെസ്സസ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള വീക്ക്നെസ്സസിന് എന്നേക്കാൾ വീക്കറായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഓക്കെ, സോ ദോസ് പീപ്പിൾ, സച്ച് പീപ്പിൾ ഹു ആർ ക്രിട്ടിസൈസിങ് മീ ആർ വീക്കർ ദാൻ മീ. സോ why are such people criticizing me over my frailties? ഓക്കെ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെ എന്തിനാണ് അവർ ബാഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്? മേ ബി അതിനേക്കാളും മോശപ്പെട്ട പ്രവർത്തികൾ അവർ ചെയ്യുന്നുണ്ടാവാം. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നതാണ് ഷേക്സ്പിയർ ഈ ഒരു ക്വാട്രെയിനിൽ പറയുന്നത്. For why should others false adulterate eyes, ഇവിടെ adulterate eyes എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റിന് എക്സാമ്പിൾ ആണ്. ആക്ച്വലി ആ ആൾക്കാരാണ് അഡൽട്രേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അഡൽട്രേറ്റ് ഐസ് എന്ന് പറഞ്ഞാൽ അതിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഓക്കെ, സോ ഹിയർ ഹീ ഈസ് ആക്ച്വലി criticizing such hypocritical people who are blaming him for his deeds. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനേക്കാളും മോശമായിട്ടുള്ള ആൾക്കാരാണ്, പിന്നെ എന്തിനാണ് അവർ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്? ഓക്കെ, then the next quatrain. No, I am that I am, and they that level at my abuses reckon up their own. I may be straight, though they themselves be bevel. By their rank thoughts, my deeds must not be shown. No, I am that I am. I am that I am ഒരു ബിബ്ലിക്കൽ എല്യൂഷൻ ആണ്. ഇത് ഒരു എക്സോഡസ് എന്ന് പറയുന്ന ബിബ്ലിക്കൽ ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. I am that I am. ഈ ഒരു ലൈൻ കേൾക്കുമ്പോൾ നമുക്ക് ഒതല്ലോയിലേക്ക് പോകും. I am not what I am എന്ന് ഇയാഗോ പറഞ്ഞിട്ടുണ്ട്. I am not what I am. So here I am that I am, and they that level at my abuses reckon up their own. I am what I am എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. There will be no change in me. I am not going to change. Okay, ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. Okay, I am that I am, and they that level, and those people
at my abuses reckon up their own. Okay, who accuse me are actually, they are exposing their own corruptions. They are revealing their own corruptions. അവരുടെ തന്നെ തെറ്റിനെയാണ് പുറത്ത് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ദാറ്റ് ലെവൽ അറ്റ് മൈ അബ്യൂസസ് റെക്കൺ അപ്പ് ദെയർ ഓൺ. അവരെ എന്നെ കുറ്റപ്പെടുത്തുമ്പം എങ്ങനെയാണ് അവരെ തന്നെയാണ് എക്സ്പോസ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ പ്രവൃത്തിയെ തന്നെയാണ് അവരെ തന്നെയാണ് റിവീൽ ചെയ്യുന്നത്. ഓക്കെ, I may be straight, though they themselves be bewild by their rank thoughts. My deeds must not be shown. So maybe I am straight, I may be straightforward. ഞാൻ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിരിക്കും. But though they themselves be level by their they themselves be bewild by their rank thoughts, my deeds must not be shown. Okay, and they are the ones who are crooked. And you can't measure my actions by their foul thoughts. I may be straight, ഞാൻ ചിലപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കാം. ബട്ട് those people, എന്നെ കുറ്റം പറയുന്ന ആ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ക്രൂക്കഡ്. ഓക്കെ, എൻ്റെ പ്രവർത്തികളെ മോശപ്പെട്ടതായിട്ട് കൺസിഡർ ചെയ്യുന്ന ആ ആൾക്കാരാണ് ആക്ച്വലി ക്രൂക്കഡ്. യു കാൺ മെഷർ മൈ ആക്ഷൻസ്. they themselves be bewild. What is bewild? Bewild means crooked. Okay, those people are crooked. By their rank thoughts, my deeds must not be shown. So അവരുടെ ആക്ഷൻസ് വെച്ച്, യു കാൺ മെഷർ മൈ ആക്ഷൻസ് ബൈ ദെയർ ഫൗൾ തോട്ട്സ്. അവരുടെ തെറ്റായിട്ടുള്ള ചിന്തകൾ അത് വെച്ചിട്ട് എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ഡോണ്ട് ജഡ്ജ് മീ ബേസ്ഡ് ഓൺ ദെയർ തോട്ട്സ്, ബേസ്ഡ് ഓൺ ദോസ് പീപ്പിൾ ഹു ആർ ക്രൂക്കഡ്. ഓക്കെ, അത്തരത്തിൽ ക്രൂക്കഡ് ചിന്തകളുള്ള, അത്തരത്തിൽ മോശപ്പെട്ട ചിന്തകളുള്ള ആൾക്കാരുടെ തോട്ട്സ് വെച്ചിട്ട് എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് കപ്ലെറ്റ്. അൺലെസ് ദിസ് ജനറൽ ഈവിൽ ദേ മെയിൻറ്റെയിൻ, all men are bad and in their badness reign. So unless this general evil they maintain, unless they are willing to believe that all men are bad and in their badness reigns, all men are bad and they thrive in their badnesses. So those people who are crooked by nature, they are going to maintain this evil thoughts. അവരിങ്ങനെ തന്നെയായിരിക്കും, അവരൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, അവരുടെ തോട്ട്സ് ഒരിക്കലും അവർ മാറ്റാൻ പോകുന്നില്ല. They are going to maintain their evil thoughts and all men are bad and in their badness reign. എല്ലാ ഹ്യൂമൻ ബീങ്സും എങ്ങനെയാണ്? ടു എർ ഇസ് ഹ്യൂമൻ എന്ന് കേട്ടിട്ടുള്ളത് പോലെ എല്ലാ ഹ്യൂമൻ ബീങ്സും എങ്ങനെയാണ്? മിസ്റ്റേക്സ് ചെയ്യും. ഓക്കെ, ദേ ആർ ഹ്യൂമൻ ബീങ്സ് ആഫ്റ്റർ ഓൾ. സോ ഈ ആൾക്കാരും അത്തരത്തിലുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. സോ അവരൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, അവരുടെ ആ ഒരു ഈവിൾ തോട്ട്സ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇതാണ് അദ്ദേഹം ഈ ലാസ്റ്റ് കപ്ലെറ്റിൽ പറയുന്നത്. സോ ഹിയർ ഷേക്സ്പിയർ ഇസ് ആക്ച്വലി ക്രിട്ടിസൈസിങ് ദോസ് പീപ്പിൾ ഹു ആർ ഹിപ്പോക്രിറ്റിക്കൽ ഇൻ നേച്ചർ. സോ ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെയാണ് അദ്ദേഹം ഈ ഒരു സോണറ്റിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആക്ച്വലി ദോസ് പീപ്പിൾ അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കാര്യത്തെക്കാളും അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല. ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദ മിസ്റ്റേക്ക് ദേ ആർ കമ്മിറ്റിംഗ്. ഓക്കെ, ദേ ഓൺലി തിങ്ക് അബൌട്ട് അതേഴ്സ്, വാട്ട് അതേഴ്സ് ഡു. മറ്റുള്ളവർ നല്ല പ്രവൃത്തി ചെയ്താൽ പോലും അവരതിനെ മോശമാണെന്ന് മുദ്രകുത്തും. ഓക്കെ, സച്ച് പീപ്പിൾ ആർ ആക്ച്വലി ഹിപ്പോക്രിറ്റ്സ്. അവരെങ്ങനെയാണ്? ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്തരത്തിലുള്ള ഹിപ്പോക്രസിയെക്കുറിച്ചാണ് ഷേക്സ്പിയർ ഈ ഒരു സോണറ്റിലൂടെ പറയുന്നത്. സോണറ്റ് നമ്പർ 121 അദ്ദേഹം ഹിപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ, ഹിപ്പോക്രസി, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദോസ് പീപ്പിൾ ആർ ആക്ച്വലി പൊല്യൂട്ടിങ് അതേഴ്സ് ഹാപ്പിനെസ്. മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിനാണ് അവർ നശിപ്പിക്കുന്നത്. ഓക്കെ, മറ്റുള്ള ആൾക്കാർ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയധികം സന്തുഷ്ടരായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസംസ്, ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നീട് അതേ പ്രവൃത്തി അവർക്ക് അതേ ഹാപ്പിനെസ്സോടുകൂടി ചെയ്യാനായി സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് സോണറ്റ് നമ്പർ 121. സോ ഈ ഒരു സോണറ്റിൻ്റെ ഫോം നമുക്കറിയാം. ഷേക്സ്പീരിയൻ സോണറ്റ്സിൻ്റെ ഫോം 3 quatrains and a couplet written in iambic pentameter lines. Iambic unstressed syllable followed by a stressed one. So ഇവിടെ iambic pentameter lines ആണ്, 3 quatrains and a couplet. റൈം സ്കീം എന്ന് പറയുന്നത് ഷേക്സ്പീരിയൻ സോണറ്റ്സിൻ്റെ റൈം സ്കീം ABAB CD EF EF GG അത് തന്നെയാണ് ഈ സോണറ്റ് നമ്പർ 121. നേരത്തെ പറഞ്ഞതുപോലെ ഫെയർ യൂത്ത് സീക്വൻസിൽ പെടുന്നൊരു സോണറ്റാണ് സോണറ്റ് നമ്പർ 121.
സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സോണറ്റ് നമ്പർ 121. വളരെയധികം സിമ്പിളായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.